പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്ന ഏറ്റവും നല്ല സമയങ്ങളാണ് ഓരോ ദിവസവും. നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ, സന്തോഷത്തോടെ ആയിരിക്കട്ടെ, സമാധാനത്തോടെ ആയിരിക്കട്ടെ. വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ കാണിക്കുന്ന മനസ്സും നിങ്ങളുടെ താല്പര്യവും സ്നേഹവും പ്രോത്സാഹനവും എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്തൊരു കാര്യമാണ്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകത്തില്ല. സ്വർഗത്തിലെ ദൈവം വലിയ അളവിൽ അത്ഭുതകരമായി നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം വലിയ കഷ്ടത്തിലാണല്ലോ, എൻ്റെ ജീവിതം വളരെ തകർന്ന അവസ്ഥയിലാണല്ലോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വേറെ ആർക്കും ഈ ലോകത്തുണ്ടാകത്തില്ല, എൻ്റെ സാമ്പത്തികമൊക്കെ വലിയ കഷ്ടത്തിലും നഷ്ടത്തിലുമൊക്കെ ആണല്ലോ ദൈവമേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോ വ്യക്തികളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. അത്ഭുതകരമായി അവരെ സഹായിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അവർക്കറിയാൻ, അനുഭവിക്കാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഈ വചനങ്ങളെ കേൾക്കാം. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 36 മുതലുള്ള വാക്യമാണ്. അല്പം കൂടുതലുണ്ട് ഈ വാക്കുകൾ, എങ്കിലും ഉചിതമായ കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. എങ്കിൽ ഈ വചനം ഒന്ന് വേഗത്തിൽ ശ്രദ്ധിക്കാം. അപ്പസ്തോല പ്രവർത്തനം 9:36. യോപ്പായിൽ തബീത്ത എന്നു പേരായൊരു ശിഷ്യയുണ്ടായിരുന്നു. ആളുടെ പേര് തബീത്ത എന്നാണ്. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ഒത്തിരി പേർക്ക് ഉപകാരിയായിരുന്നു. ഈ വ്യക്തി ഒരു അനുഗ്രഹമായിരുന്നു. പക്ഷെ ആൾക്കൊരു രോഗം വന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ യോപ്പായുടെ സമീപത്താണ്. പത്രോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ശിഷ്യന്മാർ 2 പേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് ഈ മരണം നടന്ന വീടിൻ്റെ വളരെ അടുത്ത് പത്രോസ് ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ എന്ന് ആ വീട്ടുകാർ അപേക്ഷിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. മരിച്ച് കിടത്തിയിരിക്കുന്ന മുകളിലത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മരണ വീട്ടിൽ നടക്കുന്ന അതേ കാര്യം പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങൾ, മേലങ്കികൾ എല്ലാം അവർ അവനെ കാണിച്ചു. വലിയ സങ്കടമുള്ള ഒരു സമയം, ഒരു സാഹചര്യം. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത വിഷയത്തിൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്. ഒരു സാധ്യതയില്ല, ഇനി പ്രാർത്ഥന ചൊല്ലി അടക്കുക. അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ, ഒരു ഇഞ്ച് പ്രതീക്ഷയില്ലാത്ത കാര്യത്തിൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. എഴുതിയിട്ടുണ്ട്, പത്രോസ് അവരെ പുറത്താക്കിയതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീത്ത എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. മുട്ടുകുത്തിയുള്ളൊരു പ്രാർത്ഥന ആ സങ്കടമുള്ള വീട്ടിൽ ഒരു വലിയ അത്ഭുതത്തിൻ്റെ വേദിയായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മളും ചില കാര്യങ്ങളിൽ ഒട്ടും പ്രതീക്ഷയില്ല. നമ്മളോട് ചിലരൊക്കെ പറഞ്ഞാൽ പറയും,
കേൾക്കാൻ നല്ല രസമുണ്ട്, പറയാൻ എല്ലാവർക്കും പറ്റുമല്ലോ. ഇനി ഇതിനകത്തൊന്നും പ്രാർത്ഥിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല, ഞങ്ങൾ വലിയ ഉപകാരമൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടായത്. നമുക്ക് നേരെ വേറെ ഒരു രീതി ചിന്തിക്കാനേ ചിലപ്പോൾ നമുക്ക് പറ്റത്തുള്ളൂ. പത്രോസ് അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഏത് കാര്യത്തിനാണോ പ്രാർത്ഥിച്ചത്, പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മരണത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ചൊരു ജീവൻ കയറി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, നമ്മുടെ മുമ്പിലും ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ കണ്ടിട്ട് നമ്മൾ പറയും, ഇനി അതിനകത്ത് പ്രതീക്ഷയൊന്നുമില്ല, ഇനി അതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കുവാണെ നടക്കട്ടെ, ലഭിക്കുവാണെ ലഭിക്കട്ടെ, കിട്ടുവാണെ കിട്ടട്ടെ, ഞാനിതൊക്കെ അങ്ങ് അംഗീകരിച്ചു എന്നൊക്കെ ചിലപ്പോൾ പറയും. എന്നാൽ ശ്രദ്ധിക്കുക, നമ്മളൊരു ഒക്ടോബർ മാസത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവുകയാണ്. നിയോഗ പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയായി മാറിയ പ്രാർത്ഥനയാണ് നിയോഗ പ്രാർത്ഥന. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന പ്രാർത്ഥനയായി മാറി. സത്യത്തിൽ ഇവിടെ നടക്കുന്ന ഓരോ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വെറുതെ ആകില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, പത്രോസ്ലീഹായ്ക്ക് വേണേൽ പറയാമായിരുന്നല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കതൊക്കെ മനസ്സിലാക്കാം, ആശ്വസിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പക്ഷെ അവരെ പുറത്താക്കി ആ വിഷയത്തിൻ്റെ മുമ്പിൽ, ആ പ്രതിസന്ധിയുടെ മുമ്പിൽ, ആ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ ഭവനത്തിനകത്ത് കണ്ണുനീര് ചുറ്റും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്, വിലാപം. പക്ഷെ ആ വിലാപം അവിടെ മാറി ആനന്ദമായി മാറാൻ തുടങ്ങി. നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് തളം കെട്ടിക്കിടക്കുന്നത് ദുഃഖമാണോ, സങ്കടമാണോ? ഇനി ജോലി കിട്ടില്ല, ഇനി ഈ കല്യാണം നടക്കത്തില്ല, ഇനി പിള്ളേരുടെ ഭാവി ശരിയാകില്ല, ഇനി ഈ വ്യക്തി മാനസാന്തരപ്പെടില്ല, ഈ വീട് പണി നടക്കത്തില്ല, ഈ സ്ഥലം വിൽക്കാൻ പറ്റത്തില്ല, ഈ രോഗം സൗഖ്യമാകത്തില്ല, ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? ആ വിഷയത്തിൻ്റെ മുമ്പിൽ ഇന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കരമുയർത്തി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പത്രോസ്ലീഹായെ പോലെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, ദേശങ്ങൾ, അയൽവാസികൾ, ദേശക്കാർ, നാട്ടുകാർ, എവിടെയുമാകട്ടെ നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സാധ്യമെങ്കിൽ 1 മിനിറ്റ് മുട്ടുകുത്താൻ പറ്റുമോ? സാഹചര്യം പോലെ പറ്റുമെങ്കിൽ പത്രോസ്ലീഹായെ പോലെ മുട്ടുകുത്തി 1 നിമിഷം പ്രാർത്ഥിച്ചേ. 1 മിനിറ്റ് പറ്റുവാണെ പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ ഭവനത്തിനകത്ത്, ജീവിതത്തിനകത്ത്, തലമുറകൾക്കകത്ത്, ഈ സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് ഒരത്ഭുതം ചെയ്യണമേ, ഒരത്ഭുതം ചെയ്യണമേ, ഒരു വലിയ കാര്യം ഇവിടെ സംഭവിക്കണമേ. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയല്ല ഇങ്ങനെയാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ഈ മാസം 22-ാം തീയതി മുതൽ, 22 എന്ന് പറയുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മുതൽ ഇന്ത്യൻ സമയം 7:30 വൈകുന്നേരം 7:30 വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ 10 മിനിറ്റ് അല്ലെ 12 മിനിറ്റ് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായുള്ള നൊവേനയാണ്. 9 ദിവസത്തെ ഉപവാസം എടുത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും സാധ്യമായ എല്ലാവരും അതിൽ നിന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇന്നലത്തെ ഡെയിലി ബ്ലെസ്സിങ് ഒന്ന് കേൾക്കണം. എന്താണ് എന്ന് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ആ നിയോഗ പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിങ് ഒന്ന് കേൾക്കണം. നിയോഗത്തിൽ പ്രാർത്ഥിച്ചൊരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ആ പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമായി മാറി. ഞാൻ സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന് പറഞ്ഞ വിശുദ്ധയാണ്. അങ്ങനെ വർഷിച്ച ഒരു റോസാപ്പൂവാണ് ഈ നിയോഗ പ്രാർത്ഥന. അതുകൊണ്ടാണത് ഒക്ടോബർ മാസം വരാൻ കാരണം. അത് നടത്താൻ ദൈവം അനുഗ്രഹിച്ചത്, അവസരം നൽകിയത്. മറക്കാതെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിയോഗ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പുള്ള 4ാമത്തെ ഗ്രൂപ്പുകാർ, അനുഗ്രഹയിലെ 4ാം ഗ്രൂപ്പുകാർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ട ദിവസമാണ്. ശ്രദ്ധിക്കുമല്ലോ, ഓർക്കുമല്ലോ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തെ ആശീർവദിക്കണമേ. ഞങ്ങൾ താമസിക്കുന്ന വീടിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോ മുറികളും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഓരോ മുറികളും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളുടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വചനം അയച്ചു കൊടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്നവർക്ക് വേണ്ടി ഇത് പല പ്രാവശ്യവും ആവർത്തിച്ച് കേൾക്കുന്നവരെ ഓർക്കുന്നു. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. ആ വിഷയത്തിൻ്റെ മുമ്പിൽ പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ജനിച്ചതൊരത്ഭുതമാണ്, അവിടെ ഉണ്ടായതൊരു അത്ഭുതമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളെക്കാൾ അത്ഭുതമായും അടയാളമായി മാറും ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന. ഈ ഒക്ടോബർ മാസത്തെ ഞാനിങ്ങനെ വിശ്വസിക്കുവാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. വചനത്തിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ ഏറ്റവും വലിയ അത്ഭുതങ്ങളായി മാറട്ടെ. വചനത്തിലൂടെ നടക്കുന്ന വിടുതലുകളും സൗഖ്യവും ഏറ്റവും വലിയ വിടുതലുകളും സൗഖ്യവും ആകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവരോടും പറയുക, 22-ാം തീയതി മുതൽ വൈകുന്നേരം 7:30 നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. ഒരുക്ക പ്രാർത്ഥനയാണ്. ആ 9 ദിവസവും ആ 10 ദിവസവും ഉപവാസത്തോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒക്ടോബർ മാസം നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും 5:30 കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.